ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കിങ്ങിന് വാവ ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ചാലക്കുടി തന്നെയാണ് ഉള്ളത്. ട്രീറ്റ്മെൻറ്റിന് വന്നേക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ വീഡിയോയ്ക്കകത്ത്. അപ്പം കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര് കിങ്ങിണി കുട്ടീനെ ഇങ്ങനെ അറിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ തന്നെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ വന്നത്. എന്നാലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക്. പിന്നെ കിങ്ങിണി വാവയ്ക്ക് ഒരു പപ്പായ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ആൻറ്റി തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തേ കേട്ടോ അവൾക്ക്. ഇപ്പം പപ്പായൻ്റെ സീസൺ അല്ലല്ലോ. അവൾ ആകെ ഒരു ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് ഈ പപ്പായ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത് അങ്ങനെ മാക്സിമം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വയറ്റിൽ നിന്ന് പോകാനും അങ്ങനെയെല്ലാം സഹായിക്കുമല്ലോ. അപ്പോൾ ഒക്കെ വയറ്റിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടില്ലാതെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് പോകാനൊക്കെ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ സ്ഥിരം വാങ്ങി കൊടുക്കുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് പപ്പായ ആയതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടുമല്ലോ. എവിടെ നിന്നാണെങ്കിലും കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അധികമൊന്നും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കുറേ സമയം എടുക്കും കേട്ടോ. അവൾക്ക് എന്താണേലും ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ കുറേ സമയം എടുക്കും. ഇങ്ങനെ പെരിയെ കഴിക്കുകയുള്ളൂ. വായിൽ വെച്ചിട്ട് കുറേ സമയം ഇങ്ങനെ ഇരിക്കും. ചില സമയത്ത് ഒരു ചുമയ്ക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് പെരിയെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ജലദോഷമോ പനിയോ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അത് പറയാനും പറ്റുകയില്ല കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ടാണ് ജലദോഷമോ പനിയോ ഒക്കെ വരാണ്ട് പ്രാർത്ഥിക്കണേന്ന് നിങ്ങളോടെല്ലാം ഞാൻ പറയുന്നത്. കാരണം ഇവരെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒന്ന് വീക്കാവാനായിട്ട് അത്രയൊക്കെ മതി. അധികമൊന്നും വേണ്ട. എന്ത് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും സംഭവിക്കാവുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണല്ലോ ഇതെല്ലാം. നമുക്കങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഇവർക്കൊക്കെ എന്താ എപ്പോഴാണ് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ചുമച്ചാൽ മതി ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാനായിട്ടൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ. ഒരു അസുഖമൊന്നും ഇല്ലെങ്കിൽ കിങ്ങിണി കുട്ടീനെ നല്ല മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നല്ല മാറ്റവും എന്തെങ്കിലുമൊക്കെ കുറേ എല്ലാം മാറ്റങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത്. ഇപ്പം പിന്നെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ അവൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ കഴിക്കാണ്ടിരിക്കും. പിന്നെ ഉറക്കത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. ചില സമയത്ത് ഉറങ്ങാതൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ സാറിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് ഒരു വലിയൊരു സമാധാനം കേട്ടോ. സാറിനോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മരുന്ന് കൊടുക്കും, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. പക്ഷേ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവൾ തന്നെയല്ല കേട്ടോ, അങ്ങനെ പല കുട്ടികളും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കേണ്ട കാര്യത്തിന് മരുന്ന് കൊടുക്കണം. എങ്കിൽ പോലും അങ്ങനത്തെ ചെറിയ കാര്യങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം സാറിന് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ മാറിക്കിട്ടാറുണ്ട് കേട്ടോ. അതെല്ലാം വലിയ കാര്യമല്ലേ. സാറിൻ്റെ ആ കൈയും കൊണ്ട് തന്നെ നമുക്കൊരു മാറ്റം വരിക എന്ന് പറഞ്ഞാലും മരുന്നൊന്നും ഇല്ലാണ്ട് തന്നെ ആ ഒരു കൈയും കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാറുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പം സാറിൻ്റെ ആരോഗ്യത്തിനും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. സാറിന് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. ഇപ്പം കാണുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നും. കാരണം ഈ പാതിരാത്രി വരെ ഇരിക്കുന്നതുകൊണ്ടൊക്കെയാണ്. ഒരു റെസ്റ്റ് ഇല്ലാണ്ടിരിക്കുമ്പോഴത്തേനും സാറിൻ്റെ ആരോഗ്യം ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ എന്താവും നമുക്ക് പേടിയാണ് ഇപ്പോഴേ നമ്മൾ ചിന്തിക്കുമ്പം. പിന്നെ നമുക്ക് തന്നെ കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം സാറിൻ്റെ കൈ കൊണ്ട് മാത്രം മാറ്റം വരുന്ന കുറേയധികം കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ പിള്ളേർ ഉറങ്ങുക അല്ലാണല്ലോ അമ്മമാർക്കും ഉറങ്ങുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഉറങ്ങാത്ത കുട്ടികളൊക്കെ ഉറങ്ങുന്നത് കേൾക്കുമ്പം തന്നെ അല്ലെങ്കിൽ കാണുമ്പം തന്നെ നമുക്ക് അതെല്ലാം വലിയ മാറ്റം തന്നെയാണ്. അവരെല്ലാം സംബന്ധിച്ച് അല്ലെ നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം അത് വലിയ മാറ്റമാണ്. പിന്നെ പുറത്തുനിന്ന് കാണുന്നവർക്ക് വലിയൊരിതൊന്നും തോന്നില്ലേ പോലും. കാരണം വർഷങ്ങൾ ഉറങ്ങാതെയും നോക്കി ഇങ്ങനെ കുഞ്ഞുങ്ങളെ മാത്രം നോക്കിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അതെല്ലാം വലിയൊരു മാറ്റം തന്നെയാണല്ലോ. പിന്നെ ഇവിടെ അടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഹാള് ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം പകലെല്ലാം കൊണ്ടിരുത്തുന്ന ഒരു സ്കൂൾ പോലെ തന്നെ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരു ദിവസം എല്ലാം കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുത്തിയായിരുന്നു. അപ്പം കാണുന്ന സന്തോഷമാണ് ഇത്. അതെല്ലാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവിടെ എല്ലാം പോയിരിക്കുന്നതും ആൾക്കാരുടെ സൗണ്ടെല്ലാം കേൾക്കുന്നത് അവൾ ശ്രദ്ധിക്കും.
അപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി എന്നുള്ള ഒരു ഇത് അവൾക്കും വരുമല്ലോ. അതെല്ലാം ഭയങ്കര സന്തോഷമാണ്. പിള്ളേരുടെ സൗണ്ട് കേൾക്കുന്നതും കുഞ്ഞുങ്ങൾ കളിപ്പിക്കുന്നതും എല്ലാം ഭയങ്കര സന്തോഷം. അതെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും അന്നേരം. അതെല്ലാം കാണുമ്പോഴെല്ലാം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അപ്പം ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വലിയ വലിയ കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നിങ്ങൾ കാണുമോ കേൾക്കുമോ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഉറങ്ങുമ്പോഴാണേലും വൈകുന്നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.